ഞങ്ങളുടെ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഒന്നും എണീറ്റിട്ടില്ല. ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എണീറ്റൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നതാണേ. അതാണ് ഇത്ര ഫ്രഷ്നെസ്സ്. അപ്പം നമ്മൾ പിന്നെ ഒരു 7:30 ആകുമ്പോൾ വീണ്ടും എണീറ്റു. പിന്നെ നമ്മൾ അടുക്കളയിൽ പോയി. അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ ഇന്ന് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫ്ലാസ്കിലേക്ക് ഒഴിക്കേണ്ട വെള്ളം എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചു. ഇന്ന് നമ്മളുടെ കൊഴുക്കട്ടയാണ് കേട്ടോ. അതായത് നമ്മളുടെ കല്ലുമ്മക്കായ ഇല്ലാണ്ട് കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റിൽ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കും അമ്മ. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം. അപ്പം ഞാൻ വെളുത്തുള്ളി ചെറുതാക്കി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. ഈ വെളുത്തുള്ളി എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല. അത് മൈഗ്രെയിൻ പേഷ്യൻസിന് പ്രത്യേകം മനസ്സിലാവും. ഈ വെളുത്തുള്ളിയുടെ മണം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു മണമാണ്. നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതൊന്ന് മണത്ത് കഴിഞ്ഞാൽ എൻ്റെ സാറേ ഒന്നും പറയണ്ട. പിന്നെ ഒറ്റ കിടത്തായിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ അതൊക്കെ വൃത്തിയാക്കി വെച്ച്. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ അമ്മ ചെയ്തോളും. പിന്നെ എൻ്റെ പണി ഈ സ്ഥിരം പണി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ചൂല് എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തപ്പി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ അറഞ്ചം പുറഞ്ചം മുറ്റടിക്കുക എന്ന് പറയില്ലേ? അങ്ങനെ ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ മുറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം അമ്മ അടിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ചെറിയ കുറച്ച് പൊടികളേ ഉണ്ടാവുള്ളൂ. എന്നാലും നല്ല രീതിയിൽ തന്നെ അടിച്ചു വാരും. കാരണം പിള്ളേരൊക്കെ കളിക്കുന്നതല്ലേ. അപ്പോൾ പൊടിയൊന്നും ആവണ്ടാന്ന് വിചാരിച്ചിട്ട് നല്ലോണം അടിച്ചു വാരാണ്. അപ്പോൾ മുറ്റം കുറച്ച് ഉണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ സാവധാനത്തിൽ അടിച്ച് വരുമ്പോഴാണ് ഞാനിങ്ങനെ 4 ഭാഗവും നോക്കുന്നത്. ഞാൻ ഈ ക്യാമറയൊക്കെ വെച്ചത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ചെറിയൊരു നാണക്കേടാണ് ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സേഫ് സോണിൽ ഞാൻ ക്യാമറ വെക്കും. അല്ലാത്തപ്പോൾ എനിക്ക് പുറത്തൊക്കെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഭയങ്കര ഒരു ചളിപ്പാണ് കേട്ടോ. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ മാറ്റണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ചെടിയുടെ ഉള്ളിലൂടെയൊക്കെ ഞാൻ വരുന്ന രീതിയിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാനിങ്ങനെ മുറ്റടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും അടുക്കളയിലൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ നമുക്കങ്ങ് റോഡിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വിബീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ റോഡൊക്കെ അടിച്ചു വാരണോ? ഞങ്ങളിവിടെ അടിച്ചു വാരലുണ്ട് കേട്ടോ. ഞാനും ബബീഷൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അടിച്ചു വാരാറുണ്ട്. അമ്മ അടിച്ചു വാരും ഞങ്ങളില്ലാത്ത സമയത്ത്. ഞങ്ങൾക്ക് നമ്മളുടെ വീടിൻ്റെ മുമ്പ് നമ്മളല്ലാണ്ട് ആരാ വൃത്തിയാക്കുക? അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഇവിടെ റോഡ് അടിച്ചു വരുന്ന കാണലുണ്ട്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഞാനും അതായിട്ട് ശീലായി. അങ്ങനെ റോഡൊക്കെ അടിച്ചു വാരി വരുമ്പോഴത്തേക്ക് എൻ്റെ കോലം കണ്ടോ നിങ്ങൾ? ചൂടിൻ്റെ താപനിലയൊന്നും എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടാണ് എന്തായാലും വെന്തങ്ങനെ ഉരുകുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് പോയി ഉള്ളിലെ റൂമുകളൊക്കെ ഒന്ന് അടിച്ച് വാരട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. രാവിലെ കുറച്ച് ചൂടിൽ സഹിച്ച് എല്ലാ ജോലികളും തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയുള്ള സമയങ്ങളിൽ ഫ്രീ ആണ്. അടിച്ചു വാരുന്നതിനിടയിൽ സാൻവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സാൻവിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്തതിനാണ് കേട്ടോ അവളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വസ്ഥമായിട്ട് ഞാനൊന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഒന്ന് സ്വയം ഒരുങ്ങുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു പൊട്ടും ഇത്തിരി ലിപ്സ്റ്റിക്കും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ നമ്മളെ അല്ലാണ്ട് ആരെയാ സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കണ്ടേ? അപ്പം ഞാനൊന്ന് എന്നെ തന്നെ അങ്ങോട്ട് സ്നേഹിക്കുന്ന സമയമാണിത്. അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരു കമ്മലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ശുഭം. അങ്ങനെ എൻ്റെ കമ്മൽ പെട്ടി തുറന്നു. എൻ്റെ ആമാടപ്പെട്ടിയാണ് കേട്ടോ ഇത്. എൻ്റെ അടുത്ത് കുറച്ച് കമ്മലുകളുണ്ട്. ഇതല്ല കേട്ടോ, കുറച്ചുകൂടെ കമ്മലുണ്ട്. ഇത് ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കമ്മലാണേ. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് ഞാൻ ഈ ഗോൾഡിൻ്റെ കമ്മലൊക്കെ ഇടുന്നത് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫാൻസി കമ്മലുകളോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ വാതിക്കൽ നിൽക്കുമ്പോഴാണ് വികീൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. പാപ്പന് വേണ്ടിയിട്ട് ഇത് അവളൊരു ടീഷർട്ടൊക്കെ വാങ്ങി കൊണ്ടുവന്നിരിക്കുന്നു. പാപ്പനോളെ മോണാക്ടൊക്കെ പഠിപ്പിച്ച് വേദിയിലേക്ക് എത്തിച്ചതില്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഷഫീഖേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ മീനടി കൂടുന്നുണ്ട്. അതിനിടയിൽ സാൻവി ലാലോണിനും കൂടെ ഡാൻസ് ക്ലാസ്സിന് പോയി കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ വസ്കുട്ടൻ എണീറ്റ് വരുന്നത്. ഇന്നത്തെ മൂഡ് രാവിലെ തന്നെ അത്ര ശരിയല്ല, എന്തൊക്കെയോ ഇളക്കാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. എന്താ കാരണം എന്ന് പിടികിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും. ഓൻ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓനങ്ങോട്ട് സെറ്റായി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓൻ്റെ മൂഡ് അങ്ങോട്ട് ശരിയല്ല.
അപ്പോൾ ആദ്യം കൊഴുക്കട്ട കൊടുക്കാൻ നോക്കി. അപ്പോൾ പാലിന് വേണ്ടിയിട്ട് കരഞ്ഞപ്പോൾ ഉപ്പ പാലില്ലാന്ന് പറഞ്ഞതിനാണ് പിന്നെയുള്ള കരച്ചിൽ. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും നീ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം പാല് കാച്ചി കൊടുത്ത്. പക്ഷേ ആ ഒരു ദേഷ്യം ആൾക്ക് മാറിയിട്ടില്ല കേട്ടോ. ഒരേ കരച്ചിലായിരുന്നേ കുറേ സമയം. പിന്നെ ഇതാ സാൻവിനെ ലാലോട്ടൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എന്നെയും കൂട്ടിയിട്ട് പോവുകയാണ്. ഫീസൊക്കെ അടക്കണം, ലാലോട്ടിന് മേലെ കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി പോവുകയാണ്. എൻ്റെ മക്കളെ, വെയിൽ എന്ന് പറഞ്ഞാൽ ജാതി വെയിലാണെന്ന് കേട്ടോ. ഞാൻ ഈ സമയത്ത് നോക്കുന്നത് ഈ കുടയൊന്നും ചൂടാണ്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം അവർക്കൊന്നും തലവേദന വരില്ലേ എന്നാണ് എനിക്കൊരു സംശയം. കാരണം എനിക്ക് എന്നെ ചിന്തിച്ചൂടാ കേട്ടോ ഈ ഒരു വെയിലിന് തലയിലൊന്നും വെക്കാണ്ട് പോകുന്നത്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ വെയിൽ ടു ടാസ്ക്കാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കിടന്നു കേട്ടോ ആ വെയിലിൻ്റെ ക്ഷീണം കൊണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഷെഫീഖാൻ്റെ കയ്യിൽ നിന്ന് കൊഞ്ചനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം കൊഞ്ചം വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച് അതിനിടയിൽ സാൻഡ്വിച്ച് ഇത്തിരി പാലിൽ ബിസ്ക്കറ്റൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ TV കണ്ടുകൊണ്ട് അവിടെ ഇരുന്നിട്ട് അങ്ങ് തിന്നോളും. ഈ ഒരു സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇവിടെ വസുവിനും സാൻഡ്വിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കൂലേ, അവരിപ്പോഴും ചെറുതല്ലേ, അവർ നിന്നിട്ടല്ലേ. അപ്പോൾ ഞാൻ ഞണ്ടൊക്കെ വൃത്തിയാക്കി അമ്മക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് അമ്മ അതിനിടയിൽ അവിടുന്ന് ചക്ക വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ പിള്ളേർ രണ്ടാളും അവിടുന്ന് ഒരേ അടിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയി. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ.